ഇപ്പോഴേ മൊബൈൽ എടുത്ത് വിളിച്ചായിരുന്നു കണ്ണനെ. എന്നിട്ട് പെട്ടെന്ന് ഞാൻ മൊബൈൽ പിടിച്ചു വാങ്ങി, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിലേ അവനാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതെന്ന് വിളിച്ചു പറഞ്ഞേനെ. കൂട്ടത്തിലെ ചിലപ്പോ നിന്റെ പേരും വിളിച്ചു പറഞ്ഞേനെ വാമ. അങ്ങനെയാണെങ്കിൽ അവന്റെ വായിക്കകത്ത് തുണി കുത്തി കേറ്റാതെ രക്ഷയില്ലല്ലോ അമ്മേ. എടാ വാമ, നീ ഒറ്റ ഒരുത്തനല്ലടാ ഇതിനൊക്കെ കാരണം. നീ എന്തിനാടാ ഉണ്ണിയുടെ അച്ഛനെ കൊല്ലാൻ പോയത്? അയാള് ചത്തതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം കിട്ടിയോടാ? അയാള് ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അർഹതപ്പെട്ടത് കിട്ടിയേനെ. ഇപ്പൊ ആർക്കും ഒന്നുമില്ല. എല്ലാം കണ്ണന്റെ മഹാലക്ഷ്മിയുടെ പേരില. എന്നിട്ടാണെങ്കിലോ എന്റെ കുഞ്ഞിന് കെട്ടുപ്രായമായപ്പോ അതിനെ വിശ്വനാഥന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ നീ നിമിത്തമാകുകയും ചെയ്തു. അത് പോയപ്പോ കരുണമോൾ ഒറ്റയ്ക്കല്ല പോയത്, കൂടെ ഒരുത്തിയേം കൂടെ തള്ളിവിടാൻ നീ പറഞ്ഞു കളഞ്ഞു. എല്ലാം നല്ലതിനു വേണ്ടി അല്ലായിരുന്നോ അമ്മേ? ആ അതെ അതെ, നല്ലതിനു വേണ്ടി തന്നെയാ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നേ. പോയി നോക്ക്, അവൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കേ കരയേ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ചിന്തയിലായിരുന്നു. ഇനി ചിന്തിച്ചത് നിന്നെ കുറിച്ചാണോ അതോ ചത്തുപോയവനെ കുറിച്ചാണോ എന്നറിയത്തില്ല. ശരി ശരി. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ടല്ലോ അമ്മേ. അവന്റെ ചത്തുപോയ അച്ഛൻ മോളിലിരുന്ന് തമാശ പറയുന്നുണ്ടായിരിക്കും, അതായിരിക്കും ചിരിച്ചത്. യവൻ ആൾക്കാരെ എല്ലാം തിരിച്ചറിയാം, സ്വബോധവും ഉണ്ട്. പിന്നെന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എടാ നീ വീണ്ടും വന്നോ? ഇവനെ എന്തിനാ ഇങ്ങോട്ട് ക്ഷണിച്ചെടുത്തുന്നേ? എനിക്ക് കാണേണ്ടത് ഇവന്റെ അനന്തരവനെ. കണ്ണന്റെ അടുക്ക സത്യം പറയാതിരിക്കാൻ ഇവൻ കണ്ണനെ തട്ടിക്കളയും. അതാ അതാ സാധനം. എടാ തട്ടിക്കളഞ്ഞവരൊക്കെ ജീവൻ വെച്ച് വന്നോണ്ടിരിക്കടാ. വിശ്വൻ കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോ പറഞ്ഞു വാമദേവനെ അടിച്ചൊതുക്കി ഭസ്മമാക്കി കളയുമെന്ന്. ആ ഭസ്മമാക്കി കളയുമെന്ന് പറഞ്ഞത് കേട്ടോ കേട്ടോ? വിശ്വനാഥൻ പറഞ്ഞെന്ന് ഭസ്മമാക്കി കളയുമെന്ന്. മരിച്ചു പോയവൻ അങ്ങനെ എന്നെ ഭസ്മമാക്കുന്നത്? മരിച്ചു പോയവർക്കാടാ വാമ അതിന് കഴിവുള്ളത്. എടാ നിന്റെ പല വൃത്തികേടുകളും വിശ്വനാഥൻ എന്നോട് പറയുന്നുണ്ടാ വാമ. ചിലതൊക്കെ കേട്ടിട്ട് എന്റെ തൊലി പൊളിഞ്ഞുപോയി. നിന്റെ മോനുണ്ടല്ലോ ഇപ്പൊ ശരീരം നിറന്ന് ഒരേ കിടപ്പ് കിടക്കുന്നവൻ, അവൻ അങ്ങനായി പോലും ഒരത്ഭുതവുമില്ല. നിന്റെ അല്ലേ മോൻ? യവൻ വെറുതെ ഓരോന്ന് പറയമ്മേ. വെറുതെ അല്ലടാ, നിന്നെ പോലെ മനുഷ്യനെ പറ്റിച്ച് പറ്റിച്ച് ജീവിക്കുന്ന ഒരുത്തരുണ്ടല്ലോ ഈ ലോകത്ത് കാണത്തില്ല. അതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എനിക്ക് എന്റെ കണ്ണമ്മോനോട് കാര്യങ്ങളൊക്കെ പറയണം. വിശ്വനാഥനെ അങ്ങനെ എനിക്ക് സമാധാനിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് മോശം കിട്ടത്തില്ലടാ. പ്രതാപ, നീ തന്നെ നിന്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അതിന്റെ പൈസ മുഴുവൻ വാങ്ങിച്ചെടുത്ത ശേഷം നടന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നവനെ ജീവിക്കാൻ സമ്മതിക്കരുതെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. കൊല്ലടാ, കൊല്ല്. ഇനി എന്ത് വന്നാലും ശരി നിന്റെ നെഞ്ചത്ത് ഞാൻ ആണി ഇറക്കൂടാ. എന്റെ കണ്ണൊന്ന് തെറ്റി അപ്പം മൊബൈൽ എടുത്ത് അവൻ കണ്ണനെ വിളിക്കും. ഇപ്പൊ തന്നെ അവൻ എന്തെങ്കിലും സംശയം തോന്നിയോന്ന് എനിക്കറിഞ്ഞൂടാ. സംശയം തോന്നണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് യവന്റെ വായിൽ വല്ല തുണിയും കുത്തിക്കേറ്റണം. അല്ലാതെ രക്ഷയില്ലമ്മേ. അല്ലെങ്കിൽ യവന്റെ വായിൽ ടേപ്പ് ഒട്ടിക്കണം. ഭക്ഷണം കഴിക്കാൻ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ടേപ്പ് ഒട്ടിക്കാൻ ഇങ്ങോട്ട് വേണേ, ഞാൻ അങ്ങ് നിന്ന് തരാം. മര്യാദയ്ക്ക് കണ്ണനോട് പറഞ്ഞോ വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന്. അത്രയും പറഞ്ഞാൽ മതി. നീ കൊല്ലിച്ചാണെന്നൊന്നും പറയണ്ട.
പക്ഷേ ഞാനാണ് അവന്റെ അച്ഛന്റെ ബൈക്കിൽ ലോറി ഇടിച്ചതെന്ന് കണ്ണൻ അറിയണം. ഓ, എനിക്കത്രേ ഉള്ളൂ. ഇത് ശരിയാവത്തില്ല. എവന്റെ ആയുസിന് എവൻ തന്നെ നീളം കുറയ്ക്കുക അമ്മേ. 20 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ എനിക്ക് തൂങ്ങേണ്ടി വന്നാൽ അതിനു മുമ്പ് എവനെ ഞാൻ തൂക്കും. തൂക്കടാ, ചോണയുണ്ടെങ്കിൽ നീ തൂക്ക്. നിന്നെ ഞാൻ തൂക്കി എറിയൂടാ, തൂത്തെറിയൂടാ. നീ പോടാ, നീ പോടാ, പോടാ വന്നു. ഇങ്ങോട്ട് വാ. നിർത്തട. ഡേ ഡാ, അവൻ കണ്ണന്റെ അച്ഛനെ കൊല്ലാനായി നിന്റെ കയ്യിൽ കൊട്ടേഷൻ തന്നതുപോലെ മറ്റാർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കും നിന്നെ കൊല്ലാൻ. അയ്യോ, അങ്ങനെ മരിക്കണമെന്ന അമ്മേ എനിക്കും ആഗ്രഹം. അങ്ങനായ എനിക്ക് വിശ്വനാഥനോടൊപ്പം ഏതു നേരവും നടക്കാമല്ലോ. ഞങ്ങളിപ്പോ വലിയ ഫ്രണ്ട്സാ അമ്മേ. ഫ്രണ്ട്സ് കൂട്ടുകാര്. അമ്മേ, അവൻ വരുന്നമ്മേ. ആര്? കണ്ണൻ വരുന്നു. കണ്ണമോൻ വന്നോ? എങ്കിലും കണ്ണമോനോട് ഇങ്ങോട്ട് വരാൻ പറ. അവന്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന് ഒന്ന് പറഞ്ഞോട്ടെ. വരാൻ പറമ്മേ. കൊന്നുകളഞ്ഞില്ല ഞാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യൂടെ? എന്ത് ഇത് ചോദിക്കാതെ അങ്ങോട്ട് ചെല്ലമ്മേ. എങ്ങനെയെങ്കിലും അവനൊന്ന് ഒഴിവാക്കാൻ നോക്ക്. അവനിപ്പോ വരും. അമ്മേ, കണ്ണമ്മനോട് ഇങ്ങോട്ട് വരാൻ പറയാമേ. അവനെ വിളിക്കമ്മേ. എനിക്ക് അവനോട് സത്യങ്ങളെല്ലാം പറയണമേ. വാമൻ കൊട്ടേഷൻ തന്നിട്ട് ഞാനാണ് അവന്റെ അച്ഛനെ കൊന്നുള്ള സത്യം എനിക്ക് പറയണമേ. നിങ്ങൾ പോകാൻ നോക്കമ്മേ. ഞാൻ ചിരിക്കും. അത് പറയാത്തതിന്റെ പേരില് നിന്നോട് സത്യം പറയുന്നവരെ നിന്റെ അച്ഛൻ എന്നെ അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുന്നു. എനിക്ക് അവനെ കാണണം. കണ്ണനെ എല്ലാ സത്യങ്ങളും അവനോട് പറയണം. നിനക്ക് കണ്ണനോട് സത്യം പറയണമല്ലേ? പറയണം, പറഞ്ഞേ പറ്റൂ. നിനക്ക് പറയണമല്ലേ? നീ സത്യം പറയാൻ വേണ്ടി ഈ നാവ് ചലിപ്പിച്ചാലുണ്ടല്ലോ, നിന്റെ നാവ് പിടിച്ചെടുക്കും. കേട്ടോ? എന്ത് ചെയ്യാനും ഞാൻ പറയൂടാ. പറയൂടാ കണ്ണാ, പറയൂടാ. നിന്റെ 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 നീ പറയൂലടാ. നിന്നെ പറയൂലടാ. ഹലോ മഹി. കണ്ണേട്ടൻ എവിടെയാ? എടോ, ഇടയ്ക്ക് കരുണയുടെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് അങ്ങേർക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്റെ മുത്തശ്ശിയാണെന്ന് തോന്നുന്നു ഫോൺ പിടിച്ചു വാങ്ങിക്കളഞ്ഞു. അതുകൊണ്ട് സംസാരിക്കാൻ വന്ന് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാ പിന്നെ നേരിട്ട് വന്ന് അയാളോട് കാര്യം തിരക്കാന്ന് വെച്ചു. നേരിട്ടോ? അതെ, ഞാനിപ്പോ ഹോസ്പിറ്റലിലാ. അങ്ങേര് കിടക്കുന്ന ഹോസ്പിറ്റലില്. അങ്ങേരെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഉടനെ എത്താം. എന്തിനാ കണ്ണേട്ടൻ പോയത്? വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അയാൾക്ക് എന്താ പറയാനുള്ളത് ഞാനൊന്ന് അറിയട്ടെ. ഇനിയിപ്പോ എന്തായാലും അപകടം പറ്റിക്കിടക്കുന്ന ആള് എന്നെ ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാ ശരിയടോ, ഞാൻ കണ്ടിട്ട് വരാം.
എന്തു പറ്റി? ആരാ വിളിച്ചേ? കണ്ണേട്ടനാ. ഓ, കണ്ണേട്ടനായിരുന്നോ? അതിനെന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന? നല്ല ഭയമുണ്ടല്ലോ മുഖത്ത്. അത് പിന്നെ കണ്ണേട്ടൻ കരുണയുടെ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. അതെന്തിനാ അയാളെ കാണാൻ കണ്ണേട്ടൻ അങ്ങോട്ട് പോയത്? ഒന്നും അറിയില്ല. ഇടയ്ക്ക് അങ്ങേര് കണ്ണേട്ടനെ വിളിച്ചെന്നോ ഏതാണ്ടൊക്കെ പറയാൻ ശ്രമിച്ചെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ആ സമയത്ത് കരുണയുടെ മുത്തശ്ശി അവരെ തമ്മിൽ സംസാരിക്കാൻ സമ്മതിച്ചില്ലെന്നാ പറഞ്ഞേ. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാനാ കണ്ണേട്ടൻ ഹോസ്പിറ്റലിൽ പോയത്. അതിന് മഹി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്ന? ഓ, ഇനി കണ്ണേട്ടൻ അങ്ങേരുടെ അടുത്തേക്ക് പോയാ കണ്ണേട്ടനെ അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുള്ള ഭയമാണോ? ഇപ്പൊ അങ്ങോട്ട് പോവാൻ ഇത്രയും ധൃതി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ലേഖേ. ആ, അത് ന്യായോ? അയാളൊന്ന് വിളിച്ചപ്പോഴേക്കും കാരണം തിരക്കി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യം കണ്ണേട്ടനില്ലായിരുന്നു. ഇനി അവിടെ എന്താ നടക്കാന്നറിയില്ല. എന്താ നടക്കാൻ? അത് ഹോസ്പിറ്റലല്ലേ, കണ്ണേട്ടൻ അറിയാവുന്ന ഹോസ്പിറ്റൽ. പിന്നെ അവിടെ മഹി ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. കരുണയുടെ അച്ഛൻ ഇനി എന്ത് പറയാനാ വിളിച്ചെന്ന് അറിയില്ലല്ലോ. അയാൾ എന്തെങ്കിലും പറയട്ടെന്നെ. എന്ത് പറഞ്ഞാലും കണ്ണേട്ടൻ അതിന് ഒരു വിലയും കൽപ്പിക്കാൻ പോകുന്നില്ല. മഹി ടെൻഷൻ അടിക്കാതിരിക്കുക. ഈശ്വര, ആ അപകടത്തിന്റെ കാര്യം ഒരു കാരണവശാലും കണ്ണേട്ടൻ അറിയരുതേ. എങ്ങോട്ടെങ്കിലും പോവാണോ? നീ റെഡിയാവ്, നമുക്ക് ഹോസ്പിറ്റൽ വരെ പോവാം. എന്തിന്? എന്തിനാന്നോ? നിന്റെ അച്ഛനവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയല്ലേ, നമുക്ക് പോയിന്ന് കണ്ടിട്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തെ? അങ്ങനെ സ്വഭാവം പ്രവൃത്തിയും വെച്ചിട്ട് പോയി കാണേണ്ടതല്ല. എന്ന് വെച്ചാ അതുപോലൊരു നിരാശയാണല്ലോ നമുക്ക് തന്നത്. കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ പോയിട്ട് അവസാനം അയാൾക്കാ വട്ടായത്. എന്നാലും കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ കിടക്കയല്ലേ, ഒന്ന് പോയി കണ്ടുകളെ. അത് വേണ്ട ഉണ്ണിയേട്ടാ. അത് നീയാണോ പറയുന്നേ? നിനക്ക് വരാൻ വൈകി വേണ്ട, ഞാൻ പോയി കണ്ടോളാം. എന്റെ ഉണ്ണിയേട്ടാ, അവിടെ ഇപ്പം മുത്തശ്ശി അച്ഛനെ കൂട്ടായിട്ടുണ്ടല്ലോ. അതിന് നമ്മൾ കൂട്ടിരിക്കാൻ പോവില്ലല്ലോ, ഒന്ന് കാണാനല്ലേ പോകുന്നേ. ഇപ്പോഴേ അച്ഛനെ കണ്ടാ ശരിയാവത്തില്ല. അതാ ശരിയാവത്തെ? എന്താന്ന് ചോദിച്ചാ അതുപോലെ അച്ഛന്റെ അവസ്ഥ. അച്ഛനെ പോയി കണ്ടിട്ട് തിരികെ വന്ന ശേഷം ഉണ്ണിയേട്ടൻ എന്നെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ. അതുപോലെ തലയ്ക്ക് സ്ഥിരതയില്ലാതെയാ ഓരോന്ന് പറയുന്നത്. ചിലപ്പോ തല്ലുകയും ചെയ്യും. അപ്പോ അത്രയ്ക്ക് വയലന്റ് ആണോ? അതെ, ഭയങ്കര വയലന്റാ. എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ. എന്നാ പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇട്ടേക്കാതെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൂടെ? അതെങ്ങനെയാ? ആദ്യം ശരീരത്തിന്റെ ചതവൊക്കെ ഒന്ന് മാറണ്ടേ, എന്നിട്ടല്ലേ അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. ഈ അവസ്ഥയിൽ പോയി കാണാതിരിക്കുന്നത് മോശമല്ലേ? ഒരു മോശവും ഇല്ല. അച്ഛനിപ്പോ ആര് ചെന്നാലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാ. പിന്നെ മുത്തശ്ശിക്ക് കാര്യങ്ങൾ അറിയാം. മുത്തശ്ശി തന്നെയാ പറഞ്ഞത് ഉണ്ണിയേട്ടനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. മഹാലക്ഷ്മിക്കും കണ്ണനുമെതിരെ തിരിയുന്നവരെല്ലാം കിടപ്പിലാവുകയാണല്ലോ. അത് തന്നെയാ എന്നെയും ഭയപ്പെടുത്തുന്നത്. ഇപ്പോഴും എന്റെ അച്ഛന്റെ ആത്മാവ് നിന്റെ അച്ഛനെ ശല്യം ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ അച്ഛനുണ്ട്. നന്നായിട്ട് പിച്ചമ്പിയൊക്കെ പറയുന്നുണ്ട്. രാത്രിയില് ഉറക്കമില്ല. ഇടയ്ക്കെന്നെ അമ്മാവൻ വിളിച്ചിരുന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെ ചോദിച്ചു. അങ്ങോട്ടൊന്നും പോകണ്ടെന്നാ അമ്മാവനും പറഞ്ഞത്. അത് ഉണ്ണിയേട്ടന്റെ അമ്മാവൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഇപ്പോഴത്തെ അച്ഛന്റെ അവസ്ഥ കണ്ടിട്ടാ അങ്ങോട്ട് പോണ്ടാന്ന് പറഞ്ഞത്. എനിക്കിപ്പോ പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നുമില്ല. അതുകൊണ്ട് 2 ദിവസം അവിടെ പോയി കൂട്ടിരിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 ദിവസം പോയിട്ട് 2 മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഞാനും ഇപ്പൊ അങ്ങോട്ട് പോവാത്തത്. ഇടയ്ക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ അച്ഛൻ ആരെ കൊന്നെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കണം. ഇനി കൊന്നത് എന്റെ അച്ഛനായിരിക്കോ? ഉണ്ണിയേട്ടൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? അല്ല, എന്റെ അച്ഛന്റെ ആത്മാവ്
അങ്ങേരുടെ ദേഹത്ത് കയറിയതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഒരു സംശയം നേരത്തെ മുതൽ എനിക്കുണ്ടല്ലോ. ആഹാ, ഇപ്പോഴത്തെ അവസ്ഥയില് അച്ഛൻ വേണമെങ്കിൽ പറയും ഉണ്ണിയേട്ടന്റെ അച്ഛനെ കൊന്നത് അച്ഛനാണെന്നൊക്കെ. ഉണ്ണിയേട്ടന്റെ അച്ഛന്റെ മാത്രമല്ല, പല കൊലപാതകങ്ങളും അച്ഛൻ ഏറ്റെടുക്കും. അതാണ് ഇപ്പോഴത്തെ അച്ഛന്റെ കണ്ടീഷൻ. അതുകൊണ്ടാ പറയുന്നത് അങ്ങോട്ടൊന്നും പോണ്ടാന്ന്. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അനന്തോട്ടാ. നല്ല ഭയമുണ്ട് മഹിയുടെ മുഖത്ത്. എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഈ സമയത്ത് അതൊന്നും പാടില്ലാത്തതാ. ഇതുപോലെ മഹിക്ക് വിഷമുണ്ടാവാൻ പാടില്ല. അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാന്ന് കരുതിയിട്ടല്ലേ കണ്ണൻ ഇവിടെ നിർത്തിയിട്ട് പോയത്. മഹിയെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അനന്തോട്ടാ. മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞാലല്ലേ നമുക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ പറ്റൂ. കണ്ണനെത്തിയല്ലോ. മഹിക്ക് എന്താ കണ്ണേട്ട പറ്റിയത്? പുറത്തു പോയി വന്നതിന് ശേഷം മഹി എന്തോ അലട്ടുന്നുണ്ട്. എത്ര ചോദിച്ചിട്ടും അതിന്റെ കാരണം എന്താന്ന് പറയുന്നുമില്ല. എന്തു പറ്റിയടോ? ഒന്നുമില്ല കണ്ണേട്ടാ. കണ്ണേട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കരുണയുടെ അച്ഛനെ കണ്ടായിരുന്നോ? അത് പിന്നെ അവിടെ നിൽക്ക. എന്താ, എന്ത് വേണം? എന്തിനാ നിങ്ങളുടെ മോൻ എന്നെ വിളിച്ചത്? എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അവനോ? അവനൊന്നും പറയാനില്ല. ആ സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ശബ്ദമൊക്കെ ഞാൻ കേട്ടായിരുന്നു. എന്താ ഇപ്പൊ പറയാനുള്ളതെന്ന് എനിക്ക് അറിയണമല്ലോ. അവനെ തലയ്ക്ക് വെളിവില്ലാതെ കിടക്കുക. അങ്ങനെയുള്ളവൻ പറയുന്നത് നീ എന്തിനാണ് കേൾക്കുന്നത്? എന്നാലും ഞാൻ അങ്ങനെ ഒന്ന് കാണട്ടെ. ഞങ്ങളൊക്കെ നിന്റെ ശത്രുക്കളല്ലേ? പിന്നെ നീ എന്തിനാ ഞങ്ങളെ കാണുന്നേ? ഒന്ന് കാണുന്നോണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അവനെ ICUയില. ICU കിടക്കുന്ന ആളെങ്ങനെയാ എന്നെ വിളിച്ചത്? നിന്നെ വിളിച്ചതിന് ശേഷമാണ് ICUയിലായത്. അതിനുശേഷം അവന്റെ ദേഹത്ത് പിടിപ്പിച്ചിരുന്ന ട്രിപ്പൊക്കെ വലിച്ചു ദൂരെ എറിഞ്ഞു. ചോരയൊക്കെ ഒരുപാട് പോയി. ഇപ്പോ ICUയിലേക്ക് കൊണ്ടുപോയിരിക്കുക. അവൻ അവിടെ കിടന്ന് ബഹളം വെച്ചതുകൊണ്ട് അവനെന്തോ മയങ്ങാനുള്ള മരുന്ന് കൊടുക്കുന്ന നേഴ്സ് പറഞ്ഞത്. ഇപ്പൊ മയക്കത്തില്ല. തലയ്ക്ക് വെളിവില്ലാത്തവൻ എന്തിനാ എന്നെ വിളിച്ചത്? എടാ, തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. അല്ലെങ്കിൽ നിന്നെ വിളിക്കുവോ? എന്റെ പൊന്നു കണ്ണ, നീ നിന്റെ പാട് നോക്കി പോകാൻ നോക്ക്. ആ, എനിക്ക് ഇപ്പൊ മനസ്സിലായി നീ ഇപ്പൊ വന്നത് എന്തിനാന്ന്. എന്റെ മോൻ വട്ടായിട്ട് കിടക്കുന്നത് കണ്ട് രസിക്കാനല്ലേ? എന്നിട്ട് അത് പോയി നിന്റെ ഭാര്യയോട് പറയും. ഭാര്യ ചെന്ന് കൂട്ടുകാരനോട് പറയും. എന്നിട്ട് കൂട്ടുകാരനും ഭാര്യയും കൂടെ ചേർന്ന് പൊട്ടി പൊട്ടി ചിരിക്കാനല്ലേ? അങ്ങനെ നിങ്ങളെ പോലെ മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾ ആരും. ഓ, നിങ്ങളൊക്കെ വലിയ പുണ്യാത്മാക്കള്. ഞങ്ങളൊക്കെ പിശാചുക്കളാ. സമ്മതിച്ചു. അതുകൊണ്ട് ഈ പിശാചുക്കളെ നിങ്ങൾ ആരും കാണണ്ട. പൊക്കോ. അയാൾക്ക് കഴിഞ്ഞ രാത്രിയിൽ എങ്ങനെ അപകടം ഉണ്ടായത്? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ മേല. നിന്റെ അച്ഛന്റെ ആത്മാവേ ഇപ്പൊ അവന്റെ ശരീരത്തിലുണ്ടെന്നൊക്കെയാ പറയുന്നത്.
ആ ആത്മാവ് എന്തൊക്കെയാ അവനെ കൊണ്ട് പറയിക്കുന്നെന്ന് അവന് പോലും അറിയത്തില്ല. ഇപ്പൊ വിളിച്ചു പറയുന്നതൊക്കെ കള്ളവാ, പച്ചക്കള്ളം. എന്താ അങ്ങനെ പറയുന്നത്? ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, ചിലതൊന്നും പുറത്തു പറയാൻ കൊള്ളത്തില്ല. എന്നാ പിന്നെ എനിക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റുമോ? എപ്പോ വന്നാലും കണ്ണാ നിന്നെ അവനെ കാണിക്കത്തില്ല. അത് ശരിയാകത്തില്ല. അല്ലെങ്കിൽ അവനെ കാണാൻ വരാത്തവനാണല്ലോ നീ. പിന്നെന്തിനാ അസുഖമായിട്ട് കിടക്കുന്നവനെ തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് കാണാൻ വന്നത്? അതാ ഞാൻ പറഞ്ഞത്, സന്തോഷിക്കാനാ വന്നത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇല്ല. എന്താ, എന്തു വേണം? പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.